വികസന കാര്യത്തിലെ അശ്രദ്ധ, MP ഫണ്ട് ചിലവഴിക്കുന്നതിൽ കാണിച്ച പിശുക്ക്, പ്രായാധിക്യം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം രംഗത്ത് വന്നെങ്കിലും മുസ്ലിം ലീഗിന്റെ ദേശീയ മുഖമായ ഇ അഹമ്മദിനോട് മാറി നിൽക്കാൻ പറയാൻ പാർട്ടിക്ക് ധൈര്യം വന്നില്ല. ഇ അഹമ്മദ് തന്നെ ഇക്കുറിയും മത്സരിക്കും. പ്രഖ്യാപനം മാത്രമേ ഇനി വരേണ്ടതുള്ളൂ. 1957 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഒരു തവണ മാത്രമാണ് മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗിനെ കൈവിട്ടത്. 2004 KPA മജീദിനെ അട്ടിമറിച്ച് CPIM-ലെ TK ഹംസ നേടിയ വിജയം. എന്നാൽ 2009 തിരിച്ചുപിടിച്ചു. അന്ന് ഇ അഹമ്മദ് വിജയിച്ചത് 1,15,597 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 18 വർഷത്തോളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഇ അഹമ്മദ്. റെയിൽവേ, മാനവ വിഭവശേഷി, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം വഹിച്ചെങ്കിലും മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെന്ന് പരാതിയുണ്ട്. അഹമ്മദ് ഇവിടെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണ്. എപ്പോഴെങ്കിലും വരും, വന്ന് ചില പ്രശ്നമൊക്കെ നടത്തിയിട്ട് പോകും, ചില പരിപാടികളിൽ പങ്കെടുക്കും. അതിൻ്റെ അപ്പുറം ഈ മണ്ഡലത്തിൽ അഹമ്മദിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പരാതിയിൽ കഴമ്പില്ലെന്ന് മുസ്ലിം ലീഗ് സമർത്ഥിക്കുന്നു. പക്ഷേ ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഏതൊക്കെ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ അദ്ദേഹം ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഊഷ്മളമല്ല. എന്നാൽ കോൺഗ്രസ് നിലപാടിനെ കണ്ണടച്ച് പിന്തുണക്കുന്നതിനാൽ ഇ അഹമ്മദിനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിർപ്പില്ല. വെൽഫെയർ പാർട്ടിയും SDPIയും ഇത്തവണ മത്സരിക്കും. കഴിഞ്ഞ തവണ ഇടതുപെട്ടിയിൽ പോയ ഈ വോട്ടുകൾ ഇത്തവണ അവരുടെ സ്വന്തം പെട്ടിയിൽ വീണാൽ ഗുണം ലഭിക്കുന്നത് ലീഗ് സ്ഥാനാർത്ഥിക്ക് തന്നെയാകും. മലപ്പുറത്തിന്റെ മനസ്സ് ഇപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പം തന്നെയാണ്. 2004 ആവർത്തിക്കുന്നതിനുള്ള വിദൂര സാധ്യത CPM പോലും പ്രതീക്ഷിക്കുന്നില്ല. ക്യാമറ പേഴ്സൺ CR രജിത്തിനൊപ്പം ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.